നോട്ട് ചെയ്ത 8th സെഞ്ചുറി മുതൽ ഒരു 18th സെഞ്ചുറി വരെയാണ് മിഡീവൽ ഇന്ത്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ സിലബസിനകത്ത് ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മെഡീവൽ ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി നിലവിൽ പഠിച്ചിരിക്കുന്നത് 1200 മുതൽ ഏകദേശം 1526 വരെ ഡൽഹി സുൽത്താനേറ്റ് പഠിച്ചു. അതിനുശേഷം 1526 മുതൽ 1707 വരെയൊക്കെയാണ് മുഗൾ മുഗളിന്റെ പ്രധാനപ്പെട്ട ഇറ എന്ന് പറയുന്നത്. മുഗൾ ഇറ എന്നാണ് അതിനെ പറയുന്നത്. അതിനുശേഷം ലെസർ മുഗൾ എംപറർമാരൊക്കെ വരുന്നുണ്ട്, പ്രൊമിനന്റ് അല്ലാത്ത രാജാക്കന്മാരൊക്കെ വരുന്നുണ്ട്. പ്രൊമിനന്റ് അല്ലാത്ത രാജാക്കന്മാർ വന്നെങ്കിലും അവർ അത്ര എഫിഷ്യന്റ് ഒന്നും അല്ലായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ ഈ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവിടെ മുതൽ അങ്ങോട്ടാണ് നമ്മൾ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത്, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലും ചോദ്യങ്ങൾ എന്താണെങ്കിലും മോഡേൺ ഇന്ത്യ എന്നായിരിക്കും ചോദിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ഈ നിലവിലത്തെ സാഹചര്യത്തിനകത്ത് നമുക്ക് ഈ പറയുന്ന 8th സെഞ്ചുറി മുതൽ 18th സെഞ്ചുറി വരെയുള്ള കാര്യങ്ങൾ ഒരു മിനിമം ഐഡിയ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളൊരു മിനിമം ഐഡിയ ആണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ ഇതിന് തൊട്ട് നമുക്ക് ഇച്ചിരി ഒരു ഡീപ് എക്സാമ്പിളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രാചീന ഇന്ത്യയെ പറ്റിയുള്ള ചോദ്യങ്ങളും നമുക്ക് വരും. അപ്പം അതിന്റെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളൊരു പ്രാചീന ഇന്ത്യ മുഴുവൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോഡിഫൈ ചെയ്ത് പെട്ടെന്നൊന്ന് പറയുകയാണ്. അത് നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടി. ആരാണ് ഇപ്പം ബുദ്ധനും ജൈനനും അശോകനും ഒക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കുകളാണ്. അപ്പൊ അവരൊക്കെ ആരാണ്, എന്താണ്, എവിടെ ആയിരുന്നു, അവരെങ്ങനെയാണ് നിന്നത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് പാലിയോലിത്തിക് ഇറ, മീസോലിത്തിക്, നിയോലിത്തിക് എന്നൊക്കെ പറയുന്ന ആധുനിക ശിലായുഗം, വെങ്കല ശിലായുഗം, അങ്ങനെയൊക്കെ നിങ്ങൾ ശിലായുഗം എന്നൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു 10,000 BC മുതലാണ്. 10,000 BC മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം നമുക്ക് അറിയുള്ളൂ നിലവിൽ. ഓക്കെ, ഒരു ഒരു 10,000-ന് മുമ്പുള്ള ഒരു സമയത്തെയാണ് നമ്മൾ പാലിയോലിത്തിക്, നമുക്ക് ആ സമയത്തെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ, പാലിയോലിത്തിക് നമ്മൾ പറയാം. നിങ്ങൾ എഴുതണ്ട കേട്ടോ, നമുക്കൊരു കണക്ഷന് വേണ്ടി നമ്മൾ 10 മിനിറ്റ് കൊണ്ട് മൊത്തം പറഞ്ഞ് അവസാനിപ്പിക്കും, എഴുതണമെന്നൊരു നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ ഒരു 10,000 BC-ക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പാലിയോലിത്തിക് ഇറ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവര് കേവ്സിലോ ഒക്കെ താമസിച്ചിരുന്നു എന്ന് വിചാരിക്കാം. അവര് ലാർജ് പെബിൾസ് ഉപയോഗിച്ചിട്ട് അവര് വേട്ടയാടിയിട്ടുണ്ടാകാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അവർക്ക് ഫയറിനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ കുറെ സൈറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ തമിഴ്നാട്ടിലടക്കം ഇപ്പം അതിരമ്പക്കം പോലെയുള്ള കുറെ സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. കുർണൂൽ നമ്മൾ കേൾക്കുന്നുണ്ട്, പാല് വ്യവസായവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് കുർണൂൽ. അതൊക്കെ ഈ പറയുന്ന പാലിയോലിത്തിക് ഇറയുടെ കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 10,000 മുതൽ, ഞാൻ നിങ്ങൾക്ക് വെറുതെ ഐഡിയക്ക് വേണ്ടിയാണ് പറയുന്നത്, 10,000 BC മുതൽ ഒരു 6,000 BC വരെയുള്ള സമയത്തെയാണ് നമ്മൾ മീസോലിത്തിക് ഇറ എന്ന് പറയുന്നത്. മീസോലിത്തിക്, ഓക്കെ, മീസോലിത്തിക് എന്ന് പറയും. ഇവിടെ നമ്മൾ വിചാരിക്കുന്നു അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് മൊത്തം. ഒരു 10,000 മുതൽ 6,000 വരെയുള്ള സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു മീസോലിത്തിക് ഇറ എന്നാണ് അതിനെ വിളിക്കുന്നത്. അവര് ചെറിയ കല്ലുകൾ, വലിയ കല്ലുകൾക്ക് പകരം ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് വേട്ടയാടി തുടങ്ങി എന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണ് ഈ മീസോലിത്തിക് ഇറ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വരുന്നതാണ് ഒരു 6,000 മുതൽ ഒരു 1,000 വരെയുള്ള സമയം. 1,000 വരെയുള്ള സമയത്ത് നമ്മൾ എന്തെന്ന് വിളിക്കും? നിയോലിത്തിക് എന്ന് വിളിക്കും. നിയോലിത്തിക്, ഈ നിയോലിത്തിക്കിന്റെ മലയാളമാണ് നവീന ശിലായുഗം എന്ന് പറയുന്നത്. ഈ നിയോലിത്തിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയോലിത്തിക്കിനകത്ത് വരുന്ന സാധനമാണ് IVC. എന്താ IVC? ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരമൊക്കെ എവിടെയാണ് വരുന്നത്? ഈ നിയോലിത്തിക് സമയത്താണ് വരുന്നത്. ഓക്കെ, അപ്പം IVC-യുടെ ഒരു ഇറ എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ ചാക്കോലിത്തിക് എന്ന് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. നിയോലിത്തിക് എന്ന് പറയുന്നത് നവീന ശിലായുഗം. ഈ നവീന ശിലായുഗത്തിനകത്ത് വരുന്നതാണ് IVC. പഠിച്ചു നോക്കുക. അപ്പം IVC-യുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2,600 മുതൽ ഏകദേശം 1,900 അല്ലെങ്കിൽ 1,500 വരെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IVC, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ ആണല്ലോ? പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്.
പാലിയോലിത്തിക്കിന്റെ സമയം മുതൽ നമുക്ക് ചരിത്രം അറിയാവുന്ന 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ആള് ജീവതാമസം ഉണ്ടായി നമ്മൾ കരുതുന്നുണ്ട്. പക്ഷെ നമുക്കൊരു 10,000 BC മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ 10,000 BC വരെയുള്ള കാര്യങ്ങൾ പാലിയോലിത്തിക് എന്നറിയപ്പെടുന്നു. അതിനുശേഷം മീസോലിത്തിക്, നിയോലിത്തിക്. ആ നിയോലിത്തിക്കിൽ തന്നെ വരുന്നതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. 2600 മുതൽ ഏകദേശം 1900 വരെ ഉള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ IVC എന്ന് വിളിക്കുന്നത്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്തുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ ഇതിനെ വിളിക്കുന്നത്? പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല കേട്ടോ. ഹാരപ്പൻ സിവിലൈസേഷൻ ഇതിനെ വിളിക്കുന്നതിന് കാരണം ഈ ഹാരപ്പയിൽ നിന്നാണ് ഇതിന്റെ ആദ്യത്തെ തെളിവുകൾ കണ്ടെത്തിയത്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആദ്യത്തെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നും അല്ല കേട്ടോ, വെറുതെ അങ്ങ് ചിന്തിക്കുക. 1921 ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ ആദ്യത്തെ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഹാരപ്പ, മോഹൻജദാരോ, ലോത്തല്, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട. ഇവിടുത്തെ കുറെ പ്രത്യേകതകളുണ്ട്. IVCയിലാണ് അവരൊരു ടൗൺ പ്ലാനിങ് നടത്തിയതും, അതേപോലെ കുറെ ഈ പറയുന്ന ചുടുകട്ടകൾ ഉപയോഗിച്ചതും, കുറെ സീലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. ലാപ്പിസ് ലസുലി എന്ന് വിളിക്കുന്ന ഒരു ചെറിയ പ്രത്യേക വിലപിടിപ്പുള്ള ഒരു സാധനമുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ വിട്ടേക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കുന്ന അവസാനമാണ് വേദിക്കിറ. ഈ വേദിക്കിറ നമ്മള് രണ്ടായിട്ട് ക്ലാസിഫൈ വേദിക്കിറയെ. നമ്മളിപ്പോ എവിടം വരെ? ഏകദേശം 1900 വരെയൊക്കെ ആയി. ഓക്കെ, അതിനുശേഷം നമ്മളൊരു 1500 മുതൽ 1000 വരെയുള്ള സമയത്തെയാണ് നമ്മൾ. ഓക്കെ, ഈ ടോട്ടൽ വരുന്നത് 1500 മുതൽ ഏകദേശം 600 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ വേദിക്കിറ എന്നറിയപ്പെടുന്നത്. അതിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. ഏർലി വേദിക്കുന്നു, ലേറ്റർ വേദിക്കുന്നു. അത് ആദ്യമുള്ള വേദിക്കിറയും പിന്നീടുള്ള വേദിക്കിറയും. അപ്പോൾ ആദ്യമുള്ള വേദിക്കിറയാണ് 1500 മുതൽ 1000 വരെയുള്ള ഒരു കാലഘട്ടം. ഓക്കെ, ഏർലി വേദിക്ക്. ഇനി 1000 മുതൽ 600 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ലേറ്റർ വേദിക്ക് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏർലി വേദിക്കില് ഒരേ ഒരു ബുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഋജുവേദം എന്നറിയപ്പെടുന്ന, ഋഗ്വേദം എന്നറിയപ്പെടുന്ന ഒരു വേദം. ആ ഋഗ്വേദം മാത്രമേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ? ഈ 1500 മുതൽ 1000 വരെയുള്ള ഏർലി വേദിക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വേദങ്ങളൊക്കെ വരുന്നത്, നമ്മൾ യജുർവേദം, സാമവേദം, അഥർവേദം എന്നൊക്കെ പറയുന്ന മറ്റ് വേദങ്ങളൊക്കെ വരുന്ന സമയമാണ് ഈ 1000 മുതൽ 600 വരെയുള്ള ലേറ്റർ വേദിക്കിറയില്. ഓക്കെ ആണല്ലോ? ഇവിടം വരെ പറഞ്ഞാൽ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റാതെയുണ്ടോ നിങ്ങൾക്ക്? ബ്ലസ്സി, ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെയാണ് സർ. അത് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കൊരു എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ എവിടെ വന്നു, എങ്ങനെ വന്നു, എപ്പോ വന്നു എന്നറിയാൻ വേണ്ടിയാണ്. നമ്മൾ ഹിസ്റ്ററി അല്ലേ പഠിക്കുന്നത്. അപ്പൊ എപ്പോ വന്നു എന്നറിയാൻ വേണ്ടി മാത്രം നമ്മൾ ഇത് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഏർലി വേദിക്കിൽ ഋഗ്വേദം മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ലേറ്റർ വേദിക്കിലാണ്, അതായത് 1000 മുതൽ 600 വരെയുള്ള സമയത്താണ് നമ്മൾ എന്ത് വരുന്നത്? ഈ പറയുന്ന മറ്റു 3 വേദങ്ങൾ വരുന്നു. കുറച്ചുകൂടി ആളുകൾ താമസിക്കാൻ തുടങ്ങുന്നു. അപ്പം IBCയിലാണെങ്കിൽ അയൺ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. IBCയിൽ അയൺ കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ ഈ വേദിക്കിറയൊക്കെ ആകുന്ന സമയത്താണ് അയൺ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി നമ്മളൊരു ലേറ്റർ വേദിക്കിലാണ് അയൺ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇരുമ്പ് കണ്ടുപിടിച്ചപ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേറ്റർ വേദിക്കിനെയാണ് നമ്മൾ അയൺ ഏജ് എന്നും അറിയപ്പെടുന്നത്. ലേറ്റർ വേദിക്കിനെയാണ് നമ്മൾ അയൺ ഏജ് എന്നും അറിയപ്പെടുന്നത്. കാരണം ഇരുമ്പ് ആ സമയത്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരുപാട് ദൂരം ഒന്നും അല്ല ഇരുമ്പ് കണ്ടുപിടിച്ചത്. ഇപ്പൊ ഇരുമ്പ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഒരു സ്ഥലത്ത് താമസം തുടങ്ങി. അവരിങ്ങനെ അതുവരെ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുക. ഈ വേദിക്കര ആവുന്ന സമയത്തേക്ക് ഇവർ പശുവിനെ നോക്കുന്ന ആൾക്കാരായി മാറിയിരുന്നു. ഇനി ലേറ്റർ വേദിക്കാവുന്ന സമയത്തേക്ക് ഇരുമ്പ് കണ്ടുപിടിക്കപ്പെടുന്നു. ഇവർ ഒരു സ്ഥലത്ത് കൃഷി ചെയ്തു തുടങ്ങുന്നു. ഇപ്പൊ ഇരുമ്പ് വന്നതിന് ഒരു ആയുധമായി, മണ്ണളക്കാനെ കൊണ്ടും കൃഷി ചെയ്യാനെ കൊണ്ടും ഒരു ആയുധമായി. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ കൃഷികൾ ചെയ്തു തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു? ഇവർ ഈ അലഞ്ഞു തിരിയുന്ന പരിപാടി അങ്ങ് നിർത്തിയിട്ട് എവിടെങ്കിലും ഒരിടത്ത് താമസം തുടങ്ങി. എവിടെങ്കിലും നദീതീരങ്ങളിലൊക്കെ താമസം തുടങ്ങി. അങ്ങനെ പ്രധാനമായിട്ടും കൃഷിയാണെങ്കിൽ വെള്ളം വേണം. അങ്ങനെ ഇപ്പൊ ഇവരെവിടെ താമസിച്ചു? നമ്മൾ ഈ പറയുന്ന ഇൻഡസ് നദി അല്ലെങ്കിൽ സിന്ധു നദിയുടെ തീരത്ത് ഇവർ താമസിച്ചു തുടങ്ങി. ഓക്കെ, അപ്പൊ സിന്ധു നദിയുടെ തീരത്ത് ഇവർ താമസിച്ചപ്പം അവിടെ ചെറിയ ചെറിയ ക്ലാൻ, ചെറിയ ചെറിയൊരു സമൂഹം രൂപപ്പെട്ടു തുടങ്ങി. ഓക്കെ, ചെറിയ ചെറിയ ആളുകളുടെ കൂട്ടമായപ്പം അവസാനം അതിന് ലീഡർ വന്നു. ഓക്കെ ആണല്ലോ, ഒരു ലീഡർ വന്നു. അതിന് നമ്മള് ജനപദാസ് എന്ന് പറയാം. ജനപദാസ്.
ഇത് എപ്പോഴത്തേക്കാ വന്നത്? ഒരു ലേറ്റർ വേദിക്കുന്ന സമയത്ത് ഒരു 800 മുതൽ 600 വരെയുള്ള സമയത്തേക്ക് ചെറിയ ചെറിയ ജനപദാസ് വന്നു. അപ്പം ഈ 6ാമത്തെ BC, 6th സെഞ്ചുറി BC, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാത്ത ഇത് മാത്രം നോട്ട് ചെയ്തേക്കെ. ഈ 6th സെഞ്ചുറി BCക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധൻ ജനിക്കുന്നത്. ബുദ്ധിസം വരുന്നു, അതുപോലെ തന്നെ ജൈനിസവും വരുന്നു. ഓക്കെ, ഈ 6th സെഞ്ചുറി BCയുടെ പ്രത്യേകതയാണ് ബുദ്ധിസവും വരുന്നു, ജൈനിസവും വരുന്നു. ഓക്കെ, അപ്പൊ അതുവരെ സമൂഹത്തിലുണ്ടായിരുന്നവരെയൊക്കെ മാറ്റിക്കൊണ്ട് ബുദ്ധിസവും ജൈനിസവും എമർജ് ചെയ്യുകയാണ്. അല്ലെ, ബുദ്ധൻ ജനിക്കുന്നു, ജൈനൻ വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്ന ആള് ജനിക്കുന്നു. അപ്പം ജൈനിസം മുന്നേ ഉണ്ട്. ജൈനിസത്തിൽ 24ാമത്തെ തീർത്ഥങ്കരനാണ് ഈ പറയുന്ന വർത്തമാന മഹാവീരൻ. അപ്പൊ അത്ര ഡീറ്റെയിലേക്ക് നമുക്ക് പോകണ്ട, വേറെ ഏതെങ്കിലും മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടി ഇത്രയും ഡീറ്റെയിൽസ് പഠിച്ചാൽ മതി. അപ്പം ബുദ്ധിസം നമുക്കറിയാം, ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്ന ഒരാള് ചെറിയൊരു ക്ലാൻ രാജാവിനൊക്കെ ജനിക്കുന്നത്. പിന്നെ അദ്ദേഹം നാടുവിട്ടൊക്കെ പോവുകയാണ്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ 6th സെഞ്ചുറി BC-യിലാണ് ഈ പറയുന്ന ബുദ്ധിസം ജൈനിസം എമർജ് ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു ജനപദാസ് വന്നിരുന്നു. ജനപദാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് കൂട്ടം കൂടിയിരിക്കുന്ന സ്ഥലമാണ് ജനപദാസ്. അതിന് ലീഡർ കാണാം. ഇതിനകത്ത് ചില ജനപദാസ് മഹാജനപദാസ് ആയി മാറുക. മഹാജനപദാസ്, അതായത് ഈ നേരത്തെ ലീഡർ ആയിരുന്നുണ്ടെങ്കിൽ ഈ മഹാജനപദാസ് ആവുന്ന സമയത്ത് അതിനൊരു രാജാവ് വരും. ഓക്കെ ആണല്ലോ, ഒരു രാജാവ് വരും. അങ്ങനെ മഹാജനപദാസിൽ തന്നെ ഏറ്റവും ഫേമസ് ജനപദയായിട്ട് മാറുന്നത് മഗധ എന്ന് പറയുന്ന ഒരു ജനപദ. മഗധ നമ്മൾ കേട്ടിട്ടുണ്ട്. മഗധ മഗധ എന്ന് പറയുന്ന ഒരു ജനപദമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ മഗധയുടെ ചരിത്രമാണ്. ഏകദേശം ഒരു 6 സെഞ്ചുറി മുതൽ ഒരു 1st സെഞ്ചുറി BC വരെ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ മഗധയുടെ ചരിത്രമായിരുന്നു. മഗധയില് 3 രാജവംശങ്ങൾ വരുന്നു. അതിന്റെ കല്യാണം നിങ്ങൾ പഠിക്കേണ്ട. ഹരിയങ്ക, ശിശുനാഗ, നന്ദ എന്നൊക്കെ പറയുന്ന ചില ഡൈനാസ്റ്റികൾ വരുന്നു. അതിനകത്ത് ചില രാജാക്കന്മാരുടെ പേര് നിങ്ങൾ നിരന്തരം കേൾക്കുന്നത് അജാതശത്രു, ബിംബിസാര, അങ്ങനെ കുറെ രാജാക്കന്മാർ വരുന്നു. അവിടെ കുറെ കാര്യങ്ങൾ സംഭവിക്കും, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇതിനകത്ത് ഈ അവസാനത്തെ ഈ മഗധയിലെ ഒരു രാജാവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് മൗര്യ എന്ന് പറയുന്ന ഒരു രാജവംശം വരുന്നത്. മൗര്യ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. മൗര്യ എന്ന് പറയുന്ന ഒരു രാജവംശം വരുന്നു. ഓക്കെ, ഈ മൗര്യ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു രാജാവല്ല, കുറെ രാജാക്കന്മാരുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് അശോകൻ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് അശോകൻ. ഇതിനകത്ത് ആദ്യത്തെ ഒരു രാജാവുണ്ട്. ആദ്യത്തെ രാജാവിന്റെ പേര് ചന്ദ്രഗുപ്ത മൗര്യ എന്നാണ്. നമ്മൾ പഠിക്കണ്ട, പക്ഷെ അറിഞ്ഞാൽ മതി. ഇത് മൗര്യൻ രാജാവായിരുന്നു. അപ്പൊ മൗര്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാവാണ് അശോക. അശോകനെ പറ്റി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ. നമ്മുടെ അശോക സ്തംഭം, ഇന്ത്യയുടെ ഇന്ത്യയുടെ ഫ്ലാഗിന്റെ മധ്യത്തിലുള്ള അരക്കാലുകൾ, അതൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുത്തതാ? ഈ അശോകന്റെ ഐഡിയാസിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ അശോകൻ വരുന്നത് ഈ സമയത്താണ്. ഒരു 4th ടു 2nd സെഞ്ചുറിയിലാണ് ഈ മൗര്യ എന്ന് പറയുന്ന രാജവംശം ഭരിക്കുന്നത്. ഓക്കെ, ഈ മൗര്യ രാജവംശം Hello, sir. ഇഷ്യൂ ആണോ? ഹലോ, വോളിയം കുറവായിരുന്നു. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേക്കാം. ഞാനപ്പോ കുറെ നേരം സ്റ്റോപ്പ് ആയിട്ടില്ലല്ലോ. ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുള്ളൂ. ഒരു മിനിറ്റേ ആയിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് എവിടം വരെ കേട്ടിരുന്നത്? നമ്മൾ ഈ അശോകൻ വരെയൊക്കെ കേട്ടോ? 4th to 2nd century എന്ന് പറഞ്ഞു. ഓക്കെ, 4th ടു 2nd സെഞ്ചുറി വരെയാണ് ഈ മൗര്യ എംപയറിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അത്രയും മതി.
അതിനുശേഷം മൗര്യ എംപറർ അശോകന് ശേഷം ഒരു ബൃഹദ്രഥ എന്ന് പറയുന്ന ഒരു ചെറിയ രാജാവ് വരുന്നു. പുള്ളി അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ഇത് പോയി. അങ്ങനെ ആ സമയത്താണ് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഒരു വെസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കുറെ രാജാക്കന്മാർ വരുന്നു. അല്ലെ കുറെ ചെറിയ ചെറിയ വിദേശ ശക്തികള്, ഇപ്പം ഇൻഡോ ഗ്രീക്ക് എന്നൊക്കെ പറയുന്ന കുറച്ച് രാജാക്കന്മാരുണ്ട്. അപ്പൊ അവരെ നമ്മൾ പഠിക്കണ്ട, അവരൊക്കെ വരുന്നു. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയി മാറുന്ന രാജാവിന്റെ പേരാണ് കനിഷ്കൻ. കനിഷ്കൻ ഓക്കെ. ഈ കനിഷ്കൻ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് BC to 0 എന്ന് പറയുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇയാളെ ഞങ്ങളൊരു മൈൽ സ്റ്റോൺ ആക്കി വെച്ചേക്കാം കനിഷ്കനെ. അതായത് ക്രിസ്തു ജനിക്കുന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് കനിഷ്കൻ. ഓക്കെ ആണല്ലോ. ക്രിസ്തു ജനിക്കുന്ന സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് കനിഷ്കൻ എന്നാണ്. ഓക്കെ. നമ്മളിപ്പോ പറയുന്നതൊക്കെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ കാര്യമാണ്. അങ്ങനെ കനിഷ്കൻ വരുന്നു. കനിഷ്കൻ കുറെ നാളിവിടെ ഭരിക്കുന്നു. കനിഷ്കന് ശേഷം അങ്ങനെ കൊച്ചു കൊച്ചു കുറെ ഡൈനാസ്റ്റി വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പേര് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ സംഘമേജ് എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന സംഘമേജ് കുറെ കവിതകളും കൃതികളും നമ്മൾ ഈ മുല്ലൈ, പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ പറയുമല്ലോ, തിണകൾ എന്നൊക്കെ പറയുന്നതൊക്കെ സൗത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ കുറെ രാജാക്കന്മാർ, ഇന്ത്യ മുഴുവൻ പല രാജാക്കന്മാർ വരുന്നുണ്ട്. കാരണം അശോകന്റെ സമയത്ത് ഏകദേശം ഇന്ത്യ മുഴുവൻ അശോകനാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അശോകൻ കഴിഞ്ഞിട്ട് കനിഷ്കൻ വരുന്ന സമയത്തും കനിഷ്കൻ കുറെ ഭാഗമൊക്കെ ഭരിച്ചു. പക്ഷെ താഴേക്കൊന്നും ഭരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ത്യയിൽ കുറെ രാജവംശങ്ങൾ വരുന്നു. അപ്പൊ അവരുടെ എല്ലാവരുടെയും പേര് പഠിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റുന്നില്ല. ഇപ്പൊ സുംഗ, കൻവ, ചേടി എന്നൊക്കെ പറയുന്ന കുറെ രാജാക്കന്മാർ വരുന്നുണ്ട്. സെൻട്രൽ ഇന്ത്യയിലെ ശതവാഹന എന്ന് പറയുന്ന ഒരു രാജവംശം വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലാണ് ചേര, ചോള, പാണ്ഡ്യ എന്നൊക്കെ പറയുന്ന കുറെ രാജാക്കന്മാർ വരുന്നു. അപ്പൊ അതൊന്നും നമുക്ക് ഇപ്പൊ തൽക്കാലം വേണ്ട. അതിനുശേഷം കനിഷ്കന്റെ സമയം കഴിഞ്ഞ് ഇവരൊക്കെ താഴെ ഭരിച്ചിട്ട് പിന്നെ ഇന്ത്യ മുഴുവനായിട്ട് ഒരു രാജവംശം വരുന്നത് അത് ഒരു ഫോർത്ത് സെഞ്ചുറി AD ആയേ. BC ഒക്കെ കഴിഞ്ഞ് നമ്മൾ AD ആയി. നമ്മളിപ്പം മിഡീവൽ ഇന്ത്യ എത്തും. 5 മിനിറ്റ് നമ്മൾ മിഡീവൽ ഇന്ത്യ എത്ത്. ഓക്കെ. നമുക്ക് മിഡീവൽ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അതിന് മുമ്പ് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടി ഉത്തരം പറയുന്നത്. ഓക്കെ. അപ്പൊ 4th സെഞ്ചുറി AD to 6th സെഞ്ചുറി AD. അപ്പൊ ഓക്കെ 4th AD to 6th ആ സമയത്താണ് ആര് ഭരിക്കുന്നത് അറിയോ? ഗുപ്ത എംപറർ ഭരിക്കുന്നത്. ഗുപ്ത എംപറർ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നു. അപ്പൊ ഗുപ്ത എംപറർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അത്യാവശ്യം മുഴുവൻ സ്ഥലങ്ങളെയും ഭരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഗുപ്ത എംപറർ. നമുക്കറിയാം ഇന്ത്യയുടെ സുവർണ്ണ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ അറിയപ്പെടുന്നത് ഗുപ്താസിന്റെ സമയമാണ്. അപ്പൊ ഗുപ്താസിന്റെ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഇന്ന് കാണുന്ന രാമായണം, മഹാഭാരതം പോലെയുള്ള കൃതികളൊക്കെ എഴുതി തയ്യാറാക്കുന്നത്. അതെല്ലാം എഴുതി തയ്യാറാക്കിയതിനു ശേഷമാണ് ഗുപ്ത എംപറർ ഏകദേശം ഒരു 300 വർഷം ഇന്ത്യ ഭരിച്ചു. അതിനുശേഷം ഗുപ്ത എംപറർമാർ വീണു. അങ്ങനെ ഗുപ്ത എംപറർമാർ വീഴുന്ന സമയം മുതലാണ് നമുക്ക് മെഡീവൽ ഇന്ത്യ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 6th സെഞ്ചുറിയാണ് ഏകദേശം ബുദ്ധ തീരുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെ മുതലാ? 8th സെഞ്ചുറി മുതലാ. ഓക്കെ ആണല്ലോ. 8th സെഞ്ചുറി മുതൽ 18th സെഞ്ചുറി വരെയാണ് നമുക്ക് മെഡീവൽ ഇന്ത്യയിൽ പഠിക്കേണ്ടത്. ആ സമയത്ത് പ്രധാനപ്പെട്ട രാജവംശങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഗുപ്ത എംപറർ വീഴുന്നതിന് ശേഷം ഒരു രാജാവും കൂടെ പവർഫുൾ രാജാവ് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹർഷവർദ്ധനം. ഓക്കെ അറിയാലോ, ഹർഷവർദ്ധനം. ഓക്കെ. അപ്പം ഹർഷവർദ്ധനം വരുന്നത് ഏകദേശം ഒരു സെവൻത് AD-യിലാണ്. 7th AD-യിലാണ് ഹർഷവർദ്ധനം വരുന്നത്. കൃത്യം പറഞ്ഞാൽ ഹർഷവർദ്ധനന് ശേഷമുള്ള സമയത്തെയാണ് നമ്മൾ മെഡീവൽ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പം ഇനി പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇനി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇവിടം വരെയാണ് നമ്മളൊരു ഏൻഷ്യന്റ് ഇന്ത്യയുടെ ഏകദേശം ഒരു 10,000 മുതൽ ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞത് നമ്മൾ ചരിത്രം പറഞ്ഞത് ഏകദേശം ഒരു 3000 വർഷത്തെ ചരിത്രമാണ് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് പറഞ്ഞത്. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും കാര്യത്തെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ബുദ്ധിസം ജൈനിസം പോകുന്ന സമയം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. മൗര്യൻ എംപയറിൽ പ്രധാനപ്പെട്ട രാജാവായിരുന്നു അശോകൻ. അതിനുശേഷം വന്ന കനിഷ്കൻ. ഓക്കെ. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നമുക്ക് 8th സെഞ്ചുറിയിലേക്കാണ് വരുന്നത്. ഓക്കെ. ഹർഷവർദ്ധനൻ കഴിഞ്ഞു. ഹർഷവർദ്ധനൻ പോയി.
അപ്പൊ നമുക്കൊരു വർഷം പഠിച്ചു നോക്കുക. AD 712. ഇങ്ങോട്ട് കേൾക്കണേ. AD 712. AD 712 ഇന്ത്യയിലേക്ക് അറബികള് ആദ്യമായിട്ട് ഇന്ത്യ ആക്രമിക്കുന്നത്. AD 712. നോട്ട് വെക്കണേ. അറബികള് ആദ്യമായിട്ട് ഇന്ത്യ ആക്രമിക്കുന്നത് AD 712. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഇന്ത്യയുടെ പടമാണ്. ഈ ഇന്ത്യയിലേക്ക് വന്ന വിദേശ ആക്രമണങ്ങൾ മുഴുവൻ വന്നത് ഇതുവഴിയാണ്. ഇതുവഴിയാണ്. അർത്ഥമുണ്ടല്ലോ. കാരണം ഇവിടെ എന്തുണ്ട്? ഇവിടെ ഇങ്ങനെ എന്തുണ്ട്? ഹിമാലയം ഉണ്ട് അല്ലെ? ഹിമാലയം ഉണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇതുവഴി ആർക്കും നമ്മൾ ആക്രമിച്ച് കയറാൻ പറ്റുന്നില്ല. ഓക്കെ ആണല്ലോ. ഇത്രയും ഭാഗത്ത് ഹിമാലയം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതുവഴി അറ്റാക്ക് ചെയ്യാനൊക്കെ വലിയ പാടാ. അല്ലെങ്കിൽ പിന്നെ ഇതുവഴി വരണം. ഇതുവഴി ഇങ്ങനെ വരണം. ഇതുവഴി ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അത് ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നല്ല ധാരണയുള്ളവർക്ക് ഇത് വരാൻ പറ്റുള്ളൂ. കാരണം അറബിക്കടല. അങ്ങനെ പിന്നെ വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ. അവർ വന്നോട്ടെ. അപ്പൊ ഈ ചരിത്രത്തെ അവരില്ല. അപ്പം നമ്മളെ ആക്രമിക്കുന്ന ആളുകളൊക്കെ ഇതുവഴിയാണ് വന്നേക്കുന്നത്. ഈ ഒരു സ്ഥലം വഴിയാണ്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പാസ് ഉണ്ട്. ആ പാസിന്റെ പേര് എഴുതി വെക്കുക. ഖൈബർ പാസ്. ഖൈബർ പാസ്. ജോഗ്രഫിയിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ വിദേശ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന പാസ് അല്ലെങ്കിൽ ചുരം ഏതാണ്? ഖൈബർ പാസ്. ഓക്കെ. അപ്പൊ പ്രധാനമായിട്ടും കാരണം ഇവിടെ ഹിമാലയത്തിന് കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഖൈബർ പാസ് എന്ന് പറയുന്നത്. അപ്പൊ അതുവഴിയാണ് നമ്മുടെ ആക്രമണങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ആദ്യം നമ്മളെ ആക്രമിച്ചത് AD 712. അപ്പൊ എന്തിനാ ആക്രമിച്ചത് നിങ്ങൾ പഠിക്കണ്ട. ആദ്യം ഇതിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരാളാണ്. മുഹമ്മദ് കാസിം 712 നമ്മളെ ആക്രമിച്ചത്. അത് ആക്രമിച്ചതിന് കാരണം എന്ന് പറയുന്നത് ഈ ശ്രീലങ്കയിൽ നിന്ന് അന്നത്തെ ഖലീഫേറ്റ്, തുർക്കി ഖലീഫേറ്റിലേക്ക് കുറെ ഒരു അത്തർ കൊണ്ടുപോകായിരുന്നു. അത്തർ കൊണ്ടുപോകുന്ന സമയത്ത് ഏതോ കള്ളന്മാരെല്ലാം കൂടെ ഇന്ത്യ ഈ അറബിക്കടലിൽ വെച്ച് ഈ കപ്പൽ മുക്കി. അങ്ങനെ ഖലീഫ പറഞ്ഞിട്ടൊക്കെയാണ് AD 712 ഈ മുഹമ്മദ് ഖാസിം നമ്മളെ ആക്രമിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഓക്കെ. അത് ഇറാഖിൽ നിന്ന് അറ്റാക്ക് വന്നത്. ഹജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന മുഹമ്മദ് ഖാസിമിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യാനെ കൊണ്ട് വിട്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവര് സത്യം പറഞ്ഞ ഇന്ത്യയുടെ ഈ ഭാഗമൊന്നും പിടിച്ചെടുക്കുന്നില്ല. പക്ഷെ ഈ സിന്ധ്, നമ്മൾ ഇന്ന് കാണുന്ന പാകിസ്ഥാന്റെ ചില പ്രദേശമാണ് സിന്ധ് എന്ന് പറയുന്നത്. ഈ സിന്ധ് പ്രദേശമൊക്കെ ഇവർ കോൺക്വർ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ അറബി ഇൻവേഷന്റെ സമയത്ത് നോക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പോകുന്നത് നേരെ ഏകദേശം ഒരു 1000-നും 1027-നും ഇടയ്ക്കാം. അപ്പൊ AD 712 നമ്മൾ അതൊന്നും പഠിക്കുന്നില്ല. ചില രാജാക്കന്മാരൊക്കെ അവിടെ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കിയാൽ മതി. രാജാക്കന്മാരുടെ പേരൊന്നും പ്രത്യേകിച്ച് പഠിക്കണ്ട. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 1000 AD 1000 മുതൽ 1027 വരെയുള്ള സമയത്ത് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന ഒരാളുണ്ട്. മുഹമ്മദ് ഗസ്നി എന്ന് സത്യം പറഞ്ഞ സ്ഥലപ്പേരാണ്. ഗസ്നിക്ക് വേറൊരു പേരുണ്ട്. മഹമ്മൂദ് ഓഫ് ഗസ്നി എന്ന് പറയുന്ന ഒരു ഗസ്നി ഒരു സ്ഥലപ്പേര്. അവിടുത്തെ രാജാവിന്റെ അർത്ഥത്തിലാണ് നമ്മൾ മുഹമ്മദ് ഗസ്നി അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് വലിയൊരു പേരുണ്ട്. അബ്ദുൽ ഖാസിം എന്നൊക്കെ പറയുന്ന വലിയൊരു പേരുണ്ട്. അതൊന്നും നമുക്ക് പിടിക്കണ്ട. ഇത്രയും പഠിച്ചു വെക്കുക. 1000 മുതൽ 1027 വരെയുള്ള സമയത്ത് ഈ മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന ആള് 17 തവണ ഇന്ത്യ അറ്റാക്ക് ചെയ്തു. 17 തവണ ഇന്ത്യ അറ്റാക്ക് ചെയ്തു. നോട്ട് ചെയ്യണേ. 1000 മുതൽ 1027 വരെയുള്ള സമയത്താണ് മഹമ്മൂദ് ഓഫ് ഗസ്നി അല്ലെങ്കിൽ മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന ആള് 17 തവണ ഇന്ത്യ ആക്രമിച്ചു. അദ്ദേഹം തുർക്കിയിലെ ഭരണാധികാരിയാണ്. തുർക്കിയിലെ ഭരണാധികാരിയാണ്. ഓക്കെ. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കനൌജ് ആണ്. അന്നത്തെ രാജാക്കന്മാരുടെയൊക്കെ ക്യാപിറ്റൽ ആയിട്ടുള്ള കനൌജ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അപ്പൊ ഇദ്ദേഹം കനൌജ് ആക്രമിച്ച വർഷമാണെന്ന് ചോദിക്കാം. ഇദ്ദേഹം കനൌജ് ആക്രമിച്ച വർഷമാണ് 1018. 1018 കനൌജ് മുഹമ്മദ് ഗസ്നി ആക്രമിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറെ രാജാക്കന്മാർ ഈ പ്രധാനമായിട്ട് ഈ സൈഡിലുള്ള രാജാക്കന്മാരാണ്. ഈ സൈഡിലുള്ള രാജാക്കന്മാർക്കാണ് കൂടുതൽ പ്രശ്നം. കാരണം ഇതുവഴി ആൾക്കാർ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈഡിലുള്ള ഇപ്പൊ ജയപാലൻ, ആനന്ദപാലൻ എന്നൊക്കെ പറയുന്ന പാലാ ഡൈനാസ്റ്റിയിലെ കുറച്ച് രാജാക്കന്മാരുണ്ട്. അവരൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ആക്രമണം കാരണം. അവരൊക്കെ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ പിടിച്ചു നിന്നു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ മുഹമ്മദ് ഗസ്നിക്ക്
ഇന്ത്യ കോൺക്വർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ പിടിച്ചെടുക്കണമെന്നോ ഒന്നും ഒരു ലക്ഷ്യമില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തേ ഉള്ളായിരുന്നു? ഇവിടെ നിന്നും ലൂട്ട് ചെയ്യണം. ഇവിടെ നിന്ന് നന്നായിട്ട് ലൂട്ട് ചെയ്ത്, അതായത് ഇവിടെ നിന്നൊക്കെ കൊള്ളയടിച്ചിട്ട് പുള്ളിക്ക് കൊണ്ടുപോകണം, പുള്ളിയുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കണം എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ മുഹമ്മദ് ഓഫ് ഗസ്നി എന്നറിയപ്പെടുന്ന ആള്. അപ്പൊ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ PSC ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള നമ്മുടെ ഒരു ചോദ്യമാണ്. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ പേരാണ് സോമനാഥ് ടെമ്പിൾ. സോമനാഥ് ടെമ്പിൾ. ഈ സോമനാഥ് ടെമ്പിള് മുഹമ്മദ് ഗസ്നി ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമിച്ചത് 1025-ലാണ്. 1025 സോമനാഥ് ടെമ്പിൾ ആക്രമിച്ച അറേബ്യൻ ശക്തി അല്ലെങ്കിൽ തുർക്കിഷ് രാജാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോമനാഥ് ടെമ്പിൾ ആക്രമിച്ച രാജാവിന്റെ പേര് മുഹമ്മദ് ഗസ്നി എന്നാണ്. ഇദ്ദേഹത്തെ നമ്മള് വിഗ്രഹ പഞ്ചകൻ, അതായത് വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ആളെന്ന അർത്ഥത്തില് വിഗ്രഹ പഞ്ചകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത്. ഇദ്ദേഹം 17 തവണ ഇന്ത്യ ആക്രമിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 അക്രമങ്ങള്, ഒന്ന് കനൌജ് ആക്രമിച്ചത് 1018. അതിനുശേഷം ആക്രമിച്ച സ്ഥലമാണ് സോമനാഥ് ടെമ്പിൾ, ഗുജറാത്തിലാണ്. അത് ആക്രമിച്ചത് 1025. ഓക്കെ. പുള്ളി മധുര, അന്നത്തെ ഉത്തർപ്രദേശിലെ മധുരയാണ്, മധുര ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ സ്ഥലങ്ങൾ പുള്ളി ആക്രമിച്ചിട്ടുണ്ട്. പുള്ളിയുടെ അവസാനത്തെ അക്രമം 1027-ലായിരുന്നു. അദ്ദേഹം 1030-ലാണ് ഗസ്നി മരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഈ ഗസ്നി പഠിക്കുമ്പോൾ നമുക്ക് ഒരാളെയും കൂടി ഇവിടെ പഠിക്കണം. ഇദ്ദേഹത്തിന്റെ കൂടെ അതായത് കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതന്റെ പേരുണ്ട്. ആ പണ്ഡിതൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അൽബറൂണി. അൽബറൂണി നോട്ട് നോക്കണേ. ഇതൊരു ട്രാവലറാ, ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ. അതായത് മുഹമ്മദ് ഗസ്നിയുടെ കൂടെ ഇന്ത്യ സന്ദർശിച്ച ട്രാവലറാണ് അൽബറൂണി. ഓക്കെ. നമുക്ക് ഇനി വരുന്ന സമയത്ത് നമ്മൾ കുറെ ട്രാവലർമാരെ പഠിക്കും. അപ്പൊ ഈ ട്രാവലർമാരോട് തിരിഞ്ഞു പോകും. അപ്പം ഒരു പ്രത്യേക രീതിയിലുള്ള എഴുതി വെക്കണം കേട്ടോ. ട്രാവലർ അൽബറൂണി, അത് മുഹമ്മദ് ഗസ്നിയുടെ സമയത്ത് ഇന്ത്യ സന്ദർശിച്ച ആളാണ് അൽബറൂണി. ഓക്കെ. ഗസ്നി ഞങ്ങൾ പഠിച്ചോക്കാൻ അറിയാം. ഗസ്നി എന്ന് പറയുമ്പോൾ ഒരു ഗസൽ പാടുന്ന ആളെന്ന് ആലോചിക്കുക. ഗസൽ പാടുന്ന ആളാണെന്ന് ആലോചിക്കുക. ആദ്യം വരുന്നത് നമ്മൾ പാട്ടും പാടി ആക്രമിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് ഗസ്നി. ഓക്കെ ആണല്ലോ? ഇനി അതിനുശേഷം വന്ന ആളാണ് അൽബറൂണി, അദ്ദേഹത്തിന് കൂടെ വന്ന ആൾ. അപ്പൊ ഗസല് പാടുമ്പോൾ ഉണ്ണിയെ പറ്റി എന്തെങ്കിലും പാട്ടൊക്കെ പാടിക്കൊണ്ട് അദ്ദേഹം വന്നെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. കുറച്ച് ചളിയാ, പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് പറയാം കേട്ടോ. ഇതൊക്കെ ചോദിക്കും, PSC ചോദിച്ചിട്ടുണ്ട്. അൽബറൂണിയെ പറ്റിയൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, പിന്നെ ഇദ്ദേഹത്തിന്റെ കോർട്ടില് ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. ആ എഴുത്തുകാരന്റെ പേരോട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ പേര് ഫിർദൌസി എന്നായിരുന്നേ. ഫിർദൌസി. ഈ മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയാണ് നമ്മൾ ഫിർദൌസി എന്നൊക്കെ അറിയപ്പെടുന്ന ആള്. ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല. ഇതിനൊരു കൃതി മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അതായത് ഇന്നും പേർഷ്യൻ, ഇപ്പൊ നമ്മൾ ഇറാഖിനെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത്, തുർക്കിയെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയെ ഇന്നും പേർഷ്യയുടെ ഇതിഹാസം എന്നൊക്കെ വിളിക്കുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേരാണ് ഷാനാമ. അത് എഴുതിയത് ഈ ഫിർദൌസിയാണ്. ഷാനാമ. ഓക്കെ. അപ്പൊ ഇന്നും പേർഷ്യൻ ജനതയുടെ ദേശീയ ഇതിഹാസം എന്ന് വിളിക്കുന്ന കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാനാമയാണ്. ഷാനാമ എഴുതിയതാരാണ്? ഫിർദൌസിയാണ്. ഫിർദൌസി ആരുടെ കോട്ടിലെ കവിയാണ്? അത് അൽബറൂണി അല്ല, മുഹമ്മദ് ഗസ്നിയുടെ കോട്ടിലെ കവിയാണ്. ഓക്കെ ആണല്ലോ? മുഹമ്മദ് ഗസ്നി ഓക്കെ ആണോ?